നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമ്മൾ ചില റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് തുറന്ന് സംസാരിക്കാനും പറയാനും ഒക്കെ പേടി അനുഭവപ്പെടാറുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ഫിയർ ഓഫ് ഫെയിലിയർ ആൻഡ് റിസ്ക് ഇൻ റിലേഷൻഷിപ്സ്. നമ്മൾ എന്തൊക്കെയാണോ ഫീൽ ചെയ്യുന്നത്, നമ്മളല്ലെങ്കിൽ ചിന്തിക്കുന്നത്, അത് നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ റിജക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുമോ, അങ്ങനെ കോമൺ ആയിട്ട് ഒരുപാട് ചിന്തിച്ച്, അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി മനസ്സമാധാനം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ ഉപേക്ഷിക്കുമോ എന്നൊക്കെ പേടിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് എങ്കിൽ അതിന് നമുക്കൊരു ഫിയർ ഓഫ് റിലേഷൻഷിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. This fear is not just about big goal or career choice. It sneaks into our relationships too. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമല്ല ഈ ഫിയർ ഉണ്ടാവുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ അവോയ്ഡ് ചെയ്ത് വെക്കുന്നത് ഇതൊരു തരം പേടിയാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ. ഇറ്റ് സ്റ്റോപ്സ് us from being honest or taking risk even when we care deeply about the person. നമ്മൾ ഒരുപാട് സത്യസന്ധമായിട്ട് ഇരിക്കുന്നതിടത്തും നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്തും നമുക്കൊരു സത്യസന്ധമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പേടിച്ചു പോവുകയാണ്, ഈ വ്യക്തി നമ്മൾ ഇട്ടേച്ച് പോവോ എന്നുള്ളതൊക്കെ. വൈ ഡസ് ഫിയർ ഹോൾഡ് us ബാക്ക്? ഇങ്ങനെ പേടിച്ചിട്ട് എന്താണ് നമ്മളെ പല കാര്യങ്ങളും ചെയ്യുന്നതിലും ചോദിക്കുന്നതിലും നമ്മളെ പുറകോട്ട് വലിച്ചു നിർത്തുന്നത് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇമാജിൻ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ടൊന്ന് അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് പകരം നമ്മൾ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നു. പെട്ടെന്ന് അവർ നമ്മളോട് ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് ഓക്കെ ആയിട്ട് സംസാരിക്കുന്നു. കാരണം നമ്മളിപ്പോൾ അത് സംസാരിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇഫ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, വാട്ട് ഇഫ് ഇറ്റ് ലീഡ്സ് ടു ആൻ ആർഗ്യുമെൻറ്റ്. ഇപ്പോൾ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്, ഇനിയിപ്പോൾ അത് പോയി ചോദിച്ചിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ ഓർത്തിട്ട് ഇത്തരം കോൺവെർസേഷൻ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ? കാരണം അവോയ്ഡ് ചെയ്ത് വിടുന്നത് കൊണ്ടിട്ട് ആ ഒരു സാഹചര്യത്തിൽ വലിയ വഴക്കൊന്നും ഉണ്ടാവാതിരിക്കുമ്പോൾ വി മൈറ്റ് ഫീൽ സേഫ്. പക്ഷെ ആക്ച്വലി അതൊരു സേഫ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല. നമ്മളോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നം വളരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ അവോയ്ഡിങ് ദ റിസ്ക് ഓഫ് ഫെയിലിയർ ഡസ് നോട്ട് പ്രൊട്ടക്റ്റ് us, ഇറ്റ് കീപ്പ് us സ്റ്റക്ക്. നമ്മൾ വിചാരിക്കും ഇത് നശിച്ചു പോകും അതുകൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ കുട്ടികൾ കേൾക്കും, മാതാപിതാക്കൾ അറിയും എന്നൊക്കെയുള്ളത് ഓർത്തിട്ടാണ്. പക്ഷെ നമ്മളെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആ റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്ക് ആകാൻ, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ആ ഒരു അവസ്ഥയെ സ്റ്റക്ക് ആകാൻ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വി ലൂസ് ദ ചാൻസ് ടു ബിൽഡ് എ സ്ട്രോങ്ങർ കണക്ഷൻ ബിക്കോസ് ഫിയർ ടേക്സ് ഓവർ. നമ്മൾ ഇത്തരം ഫിയർ ഉള്ളതുകൊണ്ടിട്ട് നമുക്കൊരു സത്യസന്ധമായിട്ടുള്ള ഒരു ബോണ്ട് അവരുമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ സയൻസ്? ദ സയൻസ് ബിഹൈൻഡ് ഫിയർ ഇൻ റിലേഷൻഷിപ്സ്. അവർ ബ്രെയിൻ ഈസ് വയേർഡ് ടു പ്രൊട്ടക്റ്റ് us. അത് നമുക്കറിയാം. നമ്മുടെ ബ്രെയിനിനെ സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമിഗ്ഡാല എന്ന പേരുള്ള ബ്രെയിനിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫിയർ ഉണ്ടെന്നറിയുകയാണെങ്കിൽ അത് പെട്ടെന്ന് ശ്രദ്ധിക്കും. അപ്പോൾ അവിടെ ഇമോഷണൽ റിജക്ഷനോ അല്ലെങ്കിൽ ബ്രെയിനിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡേഞ്ചറസ് ആകും, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ അതൊരു പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ ഡേഞ്ചർ സെൻസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ അമിഗ്ഡാല ഒരു ഇമോഷണൽ ഡേഞ്ചറും സെൻസ് ചെയ്തിട്ട് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഇത് സെൻസ് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു പേടി കാരണം പല കോൺവെർസേഷനും അല്ലെങ്കിൽ പല കൺഫ്രണ്ടേഷനും നമ്മൾ ഇല്ലാതെ ആകുന്നു എന്നുള്ളതാണ്. ദിസ് ഫിയർ ലീഡ്സ് ടു ചിലപ്പോൾ അതൊരു സീരിയസ് കോൺവെർസേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ പല വേദനകളോ, അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസോ, ഇമോഷണൽ അബ്യൂസോ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻലോസ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യമോ ഒക്കെ പറഞ്ഞ് വലിയ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് നമ്മളത് അവോയ്ഡ് ചെയ്യുന്നു. നമ്മൾ തന്നെ പുള്ളിങ് എവേ ഇമോഷണലി, നമുക്കൊരുപാട് ദുഃഖം ഉണ്ടെങ്കിൽ പോലും നമ്മളത് വിഡ്രോ ചെയ്ത് പോകുന്നൊരവസ്ഥ. ഓവർ തിങ്കിങ് എവറി സ്മോൾ ഇൻട്രാക്ഷൻസ്. നമുക്കിതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ പാർട്ട്ണറിനെ ദേഷ്യപ്പെടുത്താതിരിക്കാൻ, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഒഴിവാക്കാനായിട്ട് ഒരുപാട് ഓവർ അനലൈസ് ചെയ്ത് ആ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യുന്നൊരു അവസ്ഥ. ഏതെങ്കിലും തരത്തിലുള്ള നമുക്കൊരു ദേഷ്യം വന്നാലോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളൊരു വേറൊരു വ്യക്തിയായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ എന്നുള്ളതാണ്. ഒരു കേസ് പറയാം.
സാറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി, അവർക്കൊരു 35 വയസ്സുണ്ട്. അവർ തെറപ്പിയിൽ വന്നത് എങ്ങനെയാണ്, ഷീ ഫെൽറ്റ് സ്റ്റക്ക് ഇൻ ഹർ റിലേഷൻഷിപ്സ്. കാരണം പാസ്റ്റിൽ അവർക്കൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായത് കൊണ്ടിട്ട് ഏത് തരത്തിലുള്ള ഒരു വ്യക്തി അവർക്ക് ഇഷ്ടപ്പെട്ടാലും അവരുടെ മനസ്സിൽ എപ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്, വാട്ട് ഇഫ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആയില്ലെങ്കിൽ എന്ത് പറ്റും, അല്ലെങ്കിൽ എന്നെ ഇനിയും വീണ്ടും ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ഈ 3-4 തോട്ട്സ് കാരണം അവരതൊരു ലൂപ്പിൽ അകപ്പെടുകയും ഈ തോട്ട്സ് കാരണം അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു രീതിയാണ് പല റിലേഷൻഷിപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ ഓടി മാറുക, ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ലോൺലിനെസ് അവർക്ക് വല്ലാത്തൊരു ദുഃഖം കൊടുക്കുന്നുണ്ട് ദാനം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിചാരിക്കുക നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പല ഫിയർ ഫാക്ടേഴ്സും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ സേഫ് ആക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെയല്ല അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ദ റിസ്ക് ഓഫ് ഗെറ്റിംഗ് ക്ലോസ്, ഷി വുഡ് പുഷ് പീപ്പിൾ അവേ. അതായത് ഞാനെങ്ങാനും തോറ്റുപോകുമോ, ഇനിയും റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു പേടിയിൽ ഒരു റിയൽ സ്നേഹം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ സാറയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ഫിയർ ഫാക്ടേഴ്സ് ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. സോ ഹൗ ഫിയർ ഷേപ്സ് അവർ റിലേഷൻഷിപ്സ്. ഫിയർ നമ്മുടെ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, വി അവോയ്ഡ് വൾണറബിലിറ്റി. നമ്മൾ നമ്മുടെ ഫീലിങ്സിനെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളൊരു ട്രൂ സെൽഫായിട്ട് അല്ലെങ്കിൽ ഒരു ട്രൂ പേഴ്സണാണ് അല്ലെങ്കിൽ സത്യസന്ധതയോടുകൂടി നമ്മൾ ആ വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, സ്കേർഡ് ഓഫ് റിജക്ഷൻ. സെക്കൻഡ്, വി സ്റ്റേ ക്വൈറ്റ്. ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വി ഫിയർ കോൺഫ്ലിക്റ്റ്. ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ നമുക്ക് ഭയമുള്ളത് കൊണ്ടിട്ട് അതിനെ അവോയ്ഡ് ചെയ്ത് വിടുന്നു എന്നുള്ളതാണ്. വി സെറ്റിൽ. വി സ്റ്റേ ഇൻ സിറ്റുവേഷൻ ദാറ്റ് ഡോണ്ട് മേക്ക് അസ് ഹാപ്പി. പലപ്പോഴും പല സിറ്റുവേഷൻസും നമ്മൾ ഹാപ്പി ആക്കുന്നില്ല എങ്കിലും അതിൽ തന്നെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ. ഇത്തരത്തിലുള്ള ഫിയർ എങ്ങനെയാണ് നമ്മളെ ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു ഓവർകം ഫിയർ ഇൻ റിലേഷൻഷിപ്പ്. ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ചില സ്റ്റെപ്സുകൾ എടുത്ത് കൊണ്ടിട്ട് നമുക്ക് ചെറിയ ഡിഫറൻസൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ്, നെയിം യുവർ ഫിയർ. നമ്മുടെ പാർട്ട്ണറായിട്ട് നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, റൈറ്റ് ഇറ്റ് ഡൗൺ. എന്തുകൊണ്ടിട്ടാണ് എനിക്ക് ഇത്തരം പേടി ഉണ്ടാവുന്നത്? ഞാൻ പേടിക്കുന്നത് റിജക്ഷനെയാണോ, അല്ലെങ്കിൽ ഞാൻ വീക്കായി പോകും എന്നുള്ളതിനെ കുറിച്ചിട്ടാണോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നോർത്തിട്ടാണോ? സോ നെയിം ഇറ്റ്. നമുക്ക് എന്താണോ ബുദ്ധിമുട്ടുള്ളത് അതിനെ ഒരു പേര് കൊടുക്കാനായിട്ടോ, നെയിം ഇറ്റ്, മേക്ക് ഇറ്റ് ലെസ് പവർഫുൾ എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താണോ തോന്നുന്നത് ആ ഫിയറിന് ഒരു പേര് കൊടുക്കാൻ സാധിക്കുക. ചിലപ്പോൾ റിജക്ഷൻ കൊണ്ടിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ പേടിച്ചത് കൊണ്ടിട്ടാണോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തുകൊണ്ട് വിചാരിക്കും എന്നുള്ളതാണോ. അപ്പോൾ അതിനൊരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. ദ സെക്കൻഡ്, ചാലഞ്ച് യുവർ തോട്ട്സ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ തോട്ട്സിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പേടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ തോട്ട്സിനെ ചലഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ആസ്ക് യുവർ സെൽഫ്, ഈസ് ദിസ് ഫിയർ ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ് ഓർ ജസ്റ്റ് മൈ ഇമാജിനേഷൻ? ഒരു പക്ഷേ ഞാനിത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ ഉപേക്ഷിക്കുമോ? ഇത് എൻ്റെ പാസ്റ്റിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു റിജക്ഷനോടുള്ള പേടി കാരണം ഞാൻ ചിന്തിക്കുന്നതാണോ, ഇതൊരു ഇമാജിനേഷൻ ആണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസ് ഉണ്ടോ എന്ന് ചിന്തിച്ച് നമ്മുടെ തോട്ട്സിനെ തന്നെ ചലഞ്ച് ചെയ്യാൻ നമുക്ക് ശ്രമിക്കണം എന്നുള്ളതാണ്. തേർഡ്, ടേക്ക് എ സ്മോൾ റിസ്ക്. പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കാതെ അല്ലെങ്കിൽ തിരിച്ച് തർക്കത്തിലും പറയാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, സത്യസന്ധമായി പറഞ്ഞതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ പാർട്ട്ണറെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇറ്റ്സ് സ്കേറി, പക്ഷേ എന്നാലും ചെറിയ ചെറിയ സ്റ്റെപ്പ് അത് മുന്നോട്ടെടുത്ത് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മൾ മനസ്സിലാക്കണം, എവ്രി വൺ മേക്സ് മിസ്റ്റേക്സ്. പക്ഷേ നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എപ്പോഴും നമ്മുടെ ആയിരിക്കുന്ന റിലേഷൻഷിപ്പിൽ പേടിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ യു ടോക്ക് ടു എ തെറാപ്പിസ്റ്റ്. ചിലപ്പോൾ ഈ ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാക്ടർ പലപ്പോഴും ഭയങ്കര ഓവർവെൽമിംഗ് ആണ്.
ചിലപ്പോൾ നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വേറൊരു ഡൈനാമിക്സ് നിങ്ങളുടെ ഒരു തെറപ്പിസ്റ്റിന് പറഞ്ഞു തരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫിയർ ഈസ് നോട്ട് യുവർ എനിമി, ഇറ്റ് ഈസ് എ സൈൻ ദാറ്റ് സംതിങ് മാറ്റേഴ്സ് ടു യു എന്നുള്ളതാണ്. ടേക്ക് കെയർ ഓഫ് യുവർ റിലേഷൻഷിപ്പ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്.